41 ദിവസം ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 786 തവണ ദിവസേന ഈ മഴവെള്ളത്തിൽ ചൊല്ലി ഊതിയാകുകയും അത് ഉടിക്കുകയും ചെയ്താൽ സിഹർ പോലും ബാത്തിലാവും. ഇതെല്ലാം മശായിഖന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, എന്റെ വക പറയുകയല്ല. മുശ്രിക്കുകൾ വന്നു. എന്നിട്ട് ഖാലിദ് ബിൻ വലീദിനോട് ചോദിച്ചു, ആയതൻ ഇന്നക തദ്ദഇൽ ഇസ്ലാമ ഫഅരിനാ ആയതൻ ലിനുസ്ലിമ. നീ മുസ്ലിം എന്ന് പറഞ്ഞാൽ വലിയ മതമാണെന്ന് നീ പറയുന്നുണ്ടല്ലോ ഖാലിദേ, ഇസ്ലാം അത്ര പ്രധാനമായ മതമാണെങ്കിൽ ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരുമോ എന്ന് ഖാലിദിനോട് ചോദിച്ചു. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഈതുനി ബിസ്മിൽ ഖാതിലി. ഒന്ന് വായിലേക്ക് വെത്തുമ്പോഴത്തിന് തന്നെ മരിപ്പിച്ച് കളയുന്ന അത്രയും അതിശക്ത കഠോരമായ വിഷം കൊണ്ടുവരി ഞങ്ങൾ ചെയ്യാറ്. അങ്ങനെ അവരെല്ലാവരും വന്നു. വലിയൊരു വിഷക്കുപ്പിയും കൊണ്ടുവന്നു. ആ വിഷക്കുപ്പിയെ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിൽ വാങ്ങിയിട്ട് വഖാല, ഇങ്ങനെ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅകലൽ കുല്ല. മനസ്സിലായില്ലേ? അത് മുഴുവൻ കഴിച്ചു. വഖാമ സാലിമൻ ബിഇദ്നില്ലാഹ്, ഒന്നും പറ്റില്ല. ഫഖാലൽ മജൂസു, അപ്പോൾ മജൂസികൾ പറഞ്ഞു, അതാ ദീനുൽ ഹഖ്, ഇത് ഹഖായ ദീനാണ്. മുസ്ലിമായി. ഒരുപാട് സംഭവമുണ്ട്, ഇതുപോലെ വേറെ സംഭവമുണ്ട്. അതായത് വിഷം കഴിച്ചു. എന്ത് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു റിവായത്തിൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് ഹുവ സമീഉൽ അലീം. للطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن. തബാറക്കല്ലാഹ്. പറവകൾ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിറക് കൂട്ടി പിടിച്ചും വിടർത്തി പിടിച്ചും പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ റബ്ബല്ലാതെ അതിനെ താങ്ങി നിർത്തുന്നില്ല. ഇവിടെ റഹ്മാൻ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. റഹ്മാൻ എന്നാൽ വഴിപ്പെട്ടോനെയും ചെയ്തു കൊടുക്കും. അതാ ഞാനീ പറഞ്ഞത്. അവിടെ വിമാനത്തിൽ നിന്ന് പങ്കളിലൊടിക്കും, അള്ളാഹ് താങ്ങും. മാ യുംസികുഹുന്ന ഇല്ല റഹീം എന്നല്ല, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. ഇല്ല റഹ്മാന്റെ വാക്കിനർത്ഥം അവിടെ വഴിപ്പെട്ടവൻ വഴിപ്പെടാത്ത ഇന്ന മതക്കാരൻ ഇന്ന മതക്കാരൻ എന്ന വ്യത്യാസമൊന്നുമില്ല. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ റബ്ബ് സംരക്ഷിച്ചു കൊടുക്കും. അപ്പോൾ നീ എന്ത് ചെയ്യണം? ഒരു കപ്പലിൽ കയറുകയാണെങ്കിൽ അന്ന് കപ്പൽ ഇന്ന് വിമാനം ഒക്കെ അടക്കം ഇല്ല. അതിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നിനക്ക് അല്ലാഹു തആല നന്മ എഴുതിക്കൊണ്ടേയിരിക്കുള്ള മലക്കുകൾ. വൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ശ്രദ്ധിക്കണം. സിത്രു ബൈന അയുനിൽ ജിന്നി ഔറാത്തി ബനി ആദം ഇദാ നസഉ സിയാബഹും യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ വസ്ത്രം മാറ്റാൻ തുടങ്ങുമ്പോൾ അത് എന്ത് പറയണം? ബിസ്മി പറയണം. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ നിങ്ങൾ ഔറത്തിലേക്ക് ആര് നോക്കും? ശൈത്താൻ നോക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. സിത്തു മാ ബൈനൽ അയുനിൽ ജിന്നി വഔറാത്തി ബനി ആദം. ഇതില്ലാത്തതാണ് പല രോഗങ്ങളുടെയും കാരണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ രോഗം. പെണ്ണുങ്ങളിൽ വലിയൊരു ശതമാനത്തിൽ വസ്വാസാണ്. എന്താ കാരണം? ഔറത്ത് ശ്രദ്ധിക്കൂല. പണ്ട് അങ്ങനെയല്ല. ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് കിണറിൻ്റെ പരിസരത്ത് ഓല കെട്ടി അതിന് വേറൊരു ഓല മടഞ്ഞ് കെട്ടി പിന്നെയും കെട്ടി ഭദ്രമാക്കി, ഒരു സുഷിരം പോലും അങ്ങനെ തന്നെയല്ലേ പറയും അങ്ങനെ തന്നെയല്ലേ? അത് കെട്ടി ഭദ്രമാക്കിയതിന് ശേഷം പെണ്ണുങ്ങൾ അവിടുന്ന് കുളിക്കുമ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് കുളിക്കുമ്പോൾ ഇവിടെ ഒരു മുണ്ട് കെട്ടും, എന്നിട്ട് ഉള്ളിൽ കൂടെ വരക്കും. എന്തുകൊണ്ട്? ഒരാളും അവരെ ശരീരം കാണരുത്. ഇന്ന് കുളിമുറികൾ കയറുക ചോദ്യമാതിരി കുളിമുറി കയറൽ രീതിയായി. അപ്പോൾ പിശാച് വിട്ടുപോണില്ല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങളെ സിത്രുമാ ബൈന അയുനിൽ ജിന്നി വഔറാത്തി ബനി ആദം, ജിന്നുകളുടെ കണ്ണിന്റെയും മനുഷ്യന്റെ ഔറത്തിന്റെയും ഇടയിലുള്ള മറ. ഇദാ നസഉ സിയാബഹും, വസ്ത്രം നീക്കുന്ന നേരത്ത് യഖൂലു, മനുഷ്യൻ പറയലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതെവിടെയാണെങ്കിലും, റൂമിൽ വസ്ത്രം മാറ്റുകയാണെങ്കിലും വസ്ത്രം മാറ്റാൻ ഒരുങ്ങുമ്പോൾ എന്ത് പറയും? ബിസ്മില്ലാഹിർ റഹ്മാൻ. പിന്നെ അതിൽ അവിടെ അങ്ങോട്ട് നോക്കാൻ പോലും പറ്റൂല.
വൽ ഇഷാറത്തു ഫിഹി. റാസിമാമ പറയാം, റസൂലുള്ളാഹി ഹദീസ് വെച്ചിട്ട് ശ്രദ്ധിക്കണില്ലേ? റാസിമാമ പറയാണ് എന്ത്? റാസിമാമ പറയാണ് എന്ത്? വൽ ഇഷാറത്തു ഫിഹി അന്നഹു ഇദാ സാറ ഹാദൽ ഇസ്മു ഹിജാബുൻ ബൻ ബൈനക വബൈന അദായിക മിനൽ ജിന്നി ഫി ദുനിയാ. അതിൻ്റെ അർത്ഥം നിനക്കൊരു ഹിജാബ് കിട്ടി, ഒരു മറ കിട്ടി. ഏത് വാക്കിനാൽ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വാക്കിനാൽ മറ അവിടെ കിട്ടി. ആരെ കണ്ണിൻ്റെ ഇടയിൽ? ശൈത്താന്മാരെ കണ്ണിൻ്റെ ഇടയിൽ. പിന്നെ എൻ്റെ ഔറത്തിലേക്ക് നോക്കാൻ അവർക്ക് കഴിയൂല. അങ്ങനെയാണെങ്കിൽ ഈ ബിസ്മി ചൊല്ലി നടന്നാൽ പരലോകത്തെ സബാനിയാക്കളിൽ നിന്ന് എത്ര മറ നിനക്കുണ്ടാവും? ദുനിയാവിലെ പിശാചിൻ്റെ കണ്ണിനെ വരെ മറക്കാൻ ഒരു ബിസ്മിക്ക് കഴിയുമെങ്കിൽ സദാ നീ ചൊല്ലി നടക്കുന്ന ബിസ്മിക്ക് പരലോകത്തെ നരകത്തിലാക്കുന്ന മലക്കാവുന്ന സബാനിയാക്കളിൽ നിന്ന് എത്രത്തോളം നിന്നെ സംരക്ഷിക്കാൻ കഴിയും എന്ന് മഹാൻ ചോദിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചില മുശ്രിക്കുകൾ വന്നു, എന്നിട്ട് ഖാലിദ് ബിൻ വലീദിനോട് ചോദിച്ചു, ആയതൻ ഇന്നക തദ്ദഇൽ ഇസ്ലാമ ഫഅരിനാ ആയതൻ ലിമുസ്ലിമ. ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ വലിയ മതമാണെന്ന് നീ പറയുന്നുണ്ടല്ലോ ഖാലിദേ. ഇസ്ലാം അത്ര പ്രധാനമായ മതമാണെങ്കിൽ ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരുമോ എന്ന് ഖാലിദിനോട് ചോദിച്ചു. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഈതൂനി ബിസുമ്മിൽ ഖാതിലി. ഒന്ന് വായിലേക്ക് എത്തുമ്പോഴത്തിന് തന്നെ മരിപ്പിച്ച് കളയുന്ന അത്രയും കഠിന കഠോരമായ വിഷം കൊണ്ടുവരി ഞങ്ങൾ ചേരാറ്. അങ്ങനെ അവരെല്ലാവരും വന്നു. വലിയൊരു വിഷക്കുപ്പിയും കൊണ്ടുവന്നു. ആ വിഷക്കുപ്പിയെ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിൽ വാങ്ങിയിട്ട് വഖാല ഇങ്ങനെ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅകലൽ കുല്ല. മനസ്സിലായില്ലേ? അത് മുഴുവൻ കഴിച്ചു. വഖാമ സാലിമൻ ബിഇദ്നില്ലാഹ്. ഒന്നും പറ്റില്ല. ഫഖാലൽ മജൂസു. അപ്പോൾ മജൂസികൾ പറഞ്ഞു, ഹദാ ദീനുൽ ഹഖ്, ഇത് ഹഖായ ദീനാണ്. മുസ്ലിമായി. ഒരുപാട് സംഭവമുണ്ട് ഇതുപോലെ. വേറെയും സംഭവമുണ്ട്. അതായത് വിഷം കഴിച്ചു. എന്ത് പറഞ്ഞിട്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽബാത്തിൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് ഹുവ സമീഉൽ അലീം. ഒന്നും പറ്റില്ല എന്ന് മറ ഈസ റാസിനാണ് വായിക്കണേ, തഫ്സീർ കബീറിനാണ് വായിക്കണേ. മറ ഈസ ബിൻ മറിയം അലൈഹിസ്സലാം അലാ ഖബ്രിൻ ഫറഅ മലായികത്തൽ അദാബി യുഅദ്ദിബൂന മയ്യിതാ. ഈസാ നബി അലൈഹിസ്സലാം ഒരു ഖബറിസ്ഥാനത്തിലൂടെ നടന്നു വരുമ്പോൾ ഒരു ഖബറിൽ കണ്ടു. ഖബറകത്ത് ഉള്ള ആളുകളൊക്കെ ഇവർ കാണുമല്ലോ. അദാബിന്റെ മലക്കൾ യുഅദ്ദിബൂന മയ്യിത, ഒരു ഖബറിൽ കിടക്കുന്ന മയ്യത്തിനെ അദാബാക്കുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്. ഫലമ്മൻ സറഫ മിൻ ഹാജത്തിഹി, പിന്നെ ആവശ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ മറ അലൽ ഖബരി, ആ ഖബറിന്റെ അരികിലൂടെ തന്നെ തിരിച്ചു വന്നു. ഫറഅ മലായികത്ത റഹ്മത്തി മഅഹും അത്ബാഖു മിൻ നൂരി, പ്രകാശത്തിന്റെ വലിയ 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 പലകകൾ, തട്ടുകൾ, അതിലൊക്കെ മലക്കുകൾ ഇങ്ങനെ ആ ഖബറിനെ പൊതിഞ്ഞു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആശ്ചര്യം തോന്നി. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്താണ് ഈ ഖബറിൽ അദാബുണ്ട്, ഇപ്പം മലക്കുകൾ പൊതിഞ്ഞിട്ടുണ്ട്, വലിയ സന്തോഷത്തിൻ്റെ പ്രകാശങ്ങളുണ്ട്, തട്ടുകളുണ്ട് പ്രകാശത്തിൻ്റെ. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം നിസ്കരിച്ചു. അല്ലാഹുവോട് ദുആ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈസാ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു, യാ ഈസാ കാന ഹാദൽ അബ്ദു ആസിയാ വമുദ് മാത കാന മഹ്ബൂസൻ ഫി അദാബി. ഇയാൾ ദോഷിയായിരുന്നു, ദോഷിയായിട്ട് തന്നെ മരിച്ചത്. മരിച്ച അന്ന് മുതൽ ഇയാൾ അദാബിന്റെ ഒരു ഹബ്സിലായിരുന്നു, അദാബ് തന്നെയായിരുന്നു. എൻ്റെ മലക്കുകൾ അയാളെ അദാബാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവണം കേട്ടോ. അയാൾക്കൊരു ഗർഭിണിയായ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ വലതത്ത് വലതൻ, അങ്ങനെ ഈ പെണ്ണൊരു കുട്ടിയെ പ്രസവിച്ചു. റബ്ബത്തു ആ കുട്ടിയെ വളർത്തി. ഹത്താ കബുറ, അങ്ങനെ കുട്ടിക്ക് ഒരല്പം ഓടിച്ചാടി നടക്കുന്ന പ്രായമായപ്പോൾ ഫസല്ലമത്തു ഇലൽ കുത്താബി, അങ്ങനെ ഈ കുട്ടിയെ ഇല മുഅല്ലിമിൻ, ഒരു മുഅല്ലിമിൻ്റെ മദ്രസയെ കൊണ്ടുയാക്കി. ലിയുലഖ്നഹുൽ മുഅല്ലിമു,
ലഖനഹുൽ മുഅല്ലിമു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഈ മുഅല്ലിം ഈ കുട്ടിക്ക് മദ്രസയിൽ നിന്ന് എന്ത് പഠിപ്പിച്ചു കൊടുത്തു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്തഹൈതു മിൻ അബ്ദി അൻ ഉഅദിബഹു ബിനാരി ഫി ബത്നിൽ അർളി വവലദുഹു യദ്കുറു ഇസ്മി അലാ വജ്ഹിൽ അർളി. ഇയാൾക്കൊരു ഭാര്യയുണ്ടായിരുന്നു, ഗർഭിണിയായിരുന്നു. ഇയാൾ മരിച്ചപ്പോൾ അങ്ങനെ കുട്ടിയെ പ്രസവിച്ചു ഈ പെണ്ണ്. ആ കുട്ടിയെ പിന്നെ വളർത്തി ചെറിയ ഓടിച്ചാടി പറക്കുന്ന പ്രായമായപ്പോൾ ഒരു മുഅല്ലിമിനെ ഏൽപ്പിച്ചു. ആ മുഅല്ലിം എന്ത് പഠിപ്പിച്ചു? ഒന്നാം ദിവസം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചു. അതോടുകൂടി ഞാൻ അദാബ് നിർത്താൻ പറഞ്ഞു മലക്കളോട്. എന്തുകൊണ്ട്? ഫസ്തഹയ്തു, പിന്നെ എനിക്ക് ലജ്ജയായി. അൻ ഉഅദിബഹു ബിനാരി ഫി ബത്നിൽ അർളി, ഭൂമിയുടെ ഉള്ളിലിട്ട് അയാളെ അദാബാക്കുക. അപ്പോൾ വലദുഹു യദ്കുറു ഇസ്മി, അയാളെ മകനാകട്ടെ കുട്ടിയാകട്ടെ എൻ്റെ ഇസ്മിനെ ബഹുമാനിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇത് വേറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളെ മദ്രസയിലാക്കിയാൽ പാപ്പ കൊടുത്തുകൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ അള്ളാഹിൻ്റെ ദീൻ പഠിപ്പിച്ചോളി കേട്ടാ. ഇവിടെയും രക്ഷപ്പെടും, അവിടെയും രക്ഷപ്പെടും. മക്കൾക്ക് അള്ളാഹിൻ്റെ ദീൻ പഠിപ്പിച്ചു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകാം. എന്ന് ഒരു ആരിഫ് എഴുതി വെച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കണം കേട്ടോ, കേൾക്കണം 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 കേൾക്കണം. ഖബറിൽ ചില എഴുത്തൊക്കെ വെക്കും. ഏറ്റവും നല്ല ബിസ്മി എഴുതി വെക്കുക തന്നെയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ബിസ്മി എഴുതി വെക്കുക, പ്രത്യേകിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കുക. ഒരു കുപ്പിയിലോ മറ്റോ ആക്കിയാൽ പിന്നീട് എന്തായാലും ഈ കുപ്പി അങ്ങനെ വെക്കുന്ന പതിവ് പഴയ കാലത്തുണ്ടായിരുന്നു. നജസിലാവൂല. പഴയ കാലത്തെ സ്വാലിഹ്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ അജാതി ഒരു ചിന്തയില്ല. അതിൽ പ്രധാനമായി എഴുതുന്ന ചില ആയത്തുകളുണ്ട്. ബിസ്മി എഴുതും. ഒരു ആരിഫായ മനുഷ്യൻ ബിസ്മി എഴുതി, എന്നിട്ട് വസിയത്ത് ചെയ്തു അൻ തുജഅല ഫീ കഫനിഹി, കഫനിൽ ഈ ബിസ്മി വെക്കാൻ. ഫഖീല ലഹു, അപ്പോൾ ആ ആരിഫിനോട് ചോദിക്കപ്പെട്ടു, അയ്യു ഫായിദത്തിൻ ലക ഫീഹി, എന്താ കാര്യം? ഫഖാല, അപ്പോൾ ആ ആരിഫ് പറഞ്ഞു, അഖൂലു യൗമൽ ഖിയാമ, അല്ലാഹു തആലയോട് ഞാൻ ഖിയാമത്ത് നാളിൽ പറയും, ഇലാഹി ബഅത്തു കിതാബൻ വജഅൽതു ഉൻവാനഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചോനെ, ഞാൻ നിനക്ക് പലതും എഴുതി വെച്ചിരുന്നു എൻ്റെ ഖബറിൽ. അതിൻ്റെ ആദ്യം തന്നെ ഞാൻ എഴുതിയത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമിൽനി ബിഉൻവാനി കിതാബിക, അതുമ്മലാണ് എനിക്ക് നീ ചെയ്യേണ്ടത്. റഹ്മാനുർ റഹീം എന്നല്ലേ പറഞ്ഞത്? എനിക്ക് ശിക്ഷിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇടപെടുന്ന ജിന്നോട്. മനസ്സിലായില്ല? അല്ലാഹു തആലാന്റെ അദാബ് ഒഴിവാകണ വാക്കാണ് ഇത്. ഉറപ്പ് ശിക്ഷിക്കുന്നല്ലോ, വർത്താൻ തന്നെ അതിലില്ല. ബിസ്മില്ലാ, വഴിപ്പെട്ടോനും വഴിപ്പെടാത്തവനും റഹ്മത്ത് ചെയ്യും, വഴിപ്പെട്ടോനും പരലോകത്ത് പ്രത്യേകിച്ച് ചെയ്യും. മനസ്സിലായില്ലേ? ഒരു രഹസ്യമാണ്. അത്ഭുതമായ രഹസ്യം, അത്ഭുതമായ രഹസ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായോ? ചിന്തിക്കണം. ഞാൻ അല്ലാഹുവിനോട് അന്ത്യനാളിൽ പറയും, റബ്ബേ, ഞാൻ എൻ്റെ ഖബറിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് ചിന്നോട് ഇടപെടണം. അത് റഹ്മത്തിന്റെ വാക്കാണ്, കരുണ ചെയ്യണം. സന്തോഷം തന്നെയാണ്. ഇതൊക്കെ ചെയ്ത ഇഷ്ടം പോലെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ചെയ്യണം. ഞാൻ മരിച്ചാൽ നിങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ ഖബറിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ആളെ നിങ്ങൾ കാണും ഇൻഷാ അല്ലാഹ്. ഞാൻ മരിക്കണം, അയാളോട് മരിച്ചാൽ ഞങ്ങളോട് പറയുകയും ചെയ്യും, അയാൾ മരിച്ചു, പിന്നെ വേറെ ആൾക്ക് പറഞ്ഞുതരും. ഞാൻ മരിച്ചാൽ, ഞാൻ മരിക്കുകയും നിങ്ങൾ ജീവിക്കുകയും ചെയ്താൽ എൻ്റെ ഖബറിൽ എന്ത് ചെയ്യണമെന്ന് കൊടുവള്ളിക്കാരനായ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിനോട്. അദ്ദേഹം കൊടുവള്ളിക്കാരനാണ്. അദ്ദേഹം നിങ്ങളടുത്ത് വരും. അദ്ദേഹത്തിന് വസിയത്തുണ്ട്. അദ്ദേഹം വരും, ഇൻഷാ അല്ലാഹ് വരും. അദ്ദേഹം മരിച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഉണ്ടാവും. അതിൽക്കൂല ഞങ്ങൾ പഠിക്കണ്ട. എൻ്റെ മുമ്പ് അദ്ദേഹം മരിച്ചാൽ ഞങ്ങളോട് പറയും അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അത് അടുത്ത ആളോട് പറയും. ആ വെച്ചോ, വെക്കണി വിരോധം തന്നെ വെച്ചോ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരുപാട് കാര്യങ്ങൾ, എത്ര കാര്യങ്ങളുണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്.
ഒക്കെ മുൻഗാമികൾ ചെയ്ത ആദാബ് ഒന്നൊന്നില്ല. എടോ നിങ്ങൾക്ക് അന്തണ്ടോ? ഫാത്തിമ ബിൻത് അസ്റദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ മദീനയിലെ ജന്നത്തുൽ ബഖീൽ മർവിയ. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എന്ത് ചെയ്തു? ഖബറിൽ ഇറങ്ങി കടന്നു, മയ്യത്ത് കിടക്കും പോലെ കടന്നു. എന്നിട്ട് ദ്വാരുന്നു, പക്ഷെ എൻ്റെ ഉമ്മാക്ക് ഫാത്തിമ ബിൻത് അസ്റദ് പോറ്റുമ്മ, അതായത് ആരെ ഭാര്യ? ആരെ ഭാര്യ? ആരുടെ ഭാര്യ? അബൂ ത്വാലിബിന്റെ ഭാര്യയുടെ അലി റളിയല്ലാഹുവിന്റെ ഉമ്മ. അതാണ് റസൂലുള്ളാഹിന്റെ പോറ്റുമ്മ. ആമിന ബി വഫാത്തായതിനു ശേഷം ഈ കുട്ടിയെ പൂജരാരാ? അവരെ മാത്രം പറഞ്ഞാൽ തീരൂല. ആ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കിയാൽ റസൂലുള്ളാഹി വരാതെ പാത്രം തുറക്കൂല. കൊടുത്തിട്ട് വലിയ ഓരി കൊടുത്തിട്ടല്ല വേറെ കൊടുക്കൂല. അവരെ നിറഞ്ഞേറ്റി കൊടുക്കട്ടെ. അവരെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഞങ്ങൾ ഏറ്റവും സംരക്ഷിച്ചവരാണ്. വീട്ടിൽ കടികട്ടിയായ തണുപ്പുള്ള രാത്രി അല്ലാഹുവിന്റെ ഹബീബിനെ മാത്രം പതിപ്പിക്കും. അങ്ങനത്തെ പതിപ്പ് വീട്ടിൽ വേറല്ല. സ്വന്തം ഭർത്താവിന് പതിപ്പില്ലെങ്കിലും ഈ കുട്ടിക്ക് പതിപ്പ് കൊടുക്കും. ആര്? ഫാത്തിമ ബിൻത് അസ്റദ് റളിയല്ലാഹു അൻഹ ഉറക്കെ പറയടാ. എന്തിനടാ നാവ്? അവരെ മാറ്റം എന്താന്നാ പറഞ്ഞത്? ഖിയാമത്ത് നാൾ വരെ പറഞ്ഞു അവരെ മാറ്റം തീരൂല. അതാണ് ഫാത്തിമ ബിൻത് അസ്റദ് റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബിൻത് അസ്റദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ഖബർ കളച്ചിട്ട് അതിലാര് കിടന്നു? മുത്തറസൂൽ കടന്നില്ലേ? ഡപ്പാ മനുഷ്യ എന്താ വിചാരിച്ച്? പറക്കത്ത് ഖബറിൽ എടുക്കണം എന്നതിന് ഏറ്റവും വലിയ തെളിവല്ലേ? ആ റസൂലുള്ളാഹിനെ പറ്റി കടത്താൻ നമുക്ക് കിട്ടൂലല്ലോ. അപ്പൊ നമുക്ക് അതുപോലത്തെ അമലുകളുണ്ട്, മഹാന്മാർ പറഞ്ഞു വെച്ച അമലുണ്ട്. അത് പിന്നീട് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. പിന്നീട് ഒരിക്കൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഖബറിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ സുന്നി, അല്ലാതെ അങ്ങനെ കൊടി പിടിച്ച് പായല്ല. അതൊക്കെ വേണ്ട തന്നെയാണ്. സിദ്ധാണ് സുന്നി. സുന്നിയുടെ കർമ്മാണ്. അഹ്ലു സുന്ന ചെയ്യുന്ന പണിയെടുക്കണം. അതിനും തെളിവില്ല, ഇതിനും തെളിവില്ല എന്നപ്പോൾ മൂല്യന്മാരെന്നെ പറയുന്നത്. അതിന് തെളിവില്ല, അതിന് തെളിവില്ല. ഇതിന് വലിയ തെളിവെന്ന് ഫാത്തിമ ബിൻത് അസ്റദ് റളിയല്ലാഹു അൻഹയുടെ ഖബറിൽ ആദ്യം ആര് ഇറങ്ങിക്കിടന്നു? മുസ്തഫ റസൂലുള്ളാഹി ഇറങ്ങിക്കിടന്നു. എൻ്റെ ഉമ്മാൻ്റെ ഖബർ വെട്ടിപ്പൂർത്തിയായപ്പോൾ പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ ഓടിപ്പോയി എൻ്റെ ഉമ്മാൻ്റെ ഖബറിൽ കിടന്നു. എൻ്റെ വലിപ്പമില്ല, എൻ്റെ ഉമ്മ കാരണമായി അല്ലാഹുവേ നീ എന്നെ പഠിപ്പിച്ച ഖുർആന്റെ ഹക്ക് കൊണ്ട് എൻ്റെ ഉമ്മാനെ രക്ഷപ്പെടുത്തണം. ഞാൻ ദുആ ചെയ്തിട്ട് പള്ളിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഉമ്മാനെ പള്ളിയൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ ഖബറിലേക്ക് വാങ്ങി. ഖബറിലിറങ്ങി. എനിക്കൊരു എളുപ്പത്തിലല്ല, ഞാൻ ദോഷിയായ അടിമയാണ്. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ എൻ്റെ ഉമ്മ എന്നെ കഷ്ടപ്പെടുത്തി പട്ടിണി കിടന്ന് പഠിപ്പിച്ചത് അത് ഖുർആനാ. അപ്പോൾ ഞാൻ ഖബർ കടന്നിട്ട് ഉമ്മ കൊണ്ട് കിടന്നു, ഇറങ്ങിയിട്ട് കിടന്നു. പഠിച്ചോനെ എൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ. നീ എൻ്റെ ഉമ്മ കാരണമായി എന്നെ പഠിപ്പിച്ച ഖുർആന്റെ ഹക്കുകൊണ്ട് എൻ്റെതല്ല, ഞാൻ ദോഷിയായ അടിമയാണ്. അല്ലാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ദോഷം കൊണ്ട് നമ്മളെ മേൽ അല്ലാഹു തആല ഇടപെടാതിരിക്കട്ടെ. അവൻ്റെ മൗഫറത്തുകൊണ്ട് ഇടപെടട്ടെ. ഞാൻ ദോഷിയായ അടിമയാണ്, പക്ഷെ ഞാൻ ഖബറിൽ ഇറങ്ങിക്കിടന്നു. എന്തേ? ഇത് മുത്തുനബി പഠിപ്പിച്ചതാണ്. ഞാൻ ഇറങ്ങിക്കിടന്നു. എൻ്റെ ഉമ്മാൻ്റെ ബർക്കത്ത്, എൻ്റെ ഉമ്മാൻ്റെ അധ്വാനാണ് ഞാൻ ഖുർആൻ പഠിച്ചത്. എൻ്റെ ഉമ്മാൻ്റെ അധ്വാനം. രോഗിയാണ് ഉമ്മ, രോഗിയാണ്. വീട്ടിലൊരു വെള്ളം മുക്കാൻ ആളില്ല. ആ സമയത്ത് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചു. രോഗിയാണ് ഉമ്മ. ഉമ്മക്ക് രോഗമാണ്, വയ്യ. കൊല്ലങ്ങളോളം ഉമ്മക്ക് രോഗമാണ്, വയ്യ. അക്കാലത്ത് വീട്ടിൽ വെള്ളം മുക്കാൻ ഒരാളില്ല. ഒരടുപ്പിൽ ഒരു കഞ്ഞി, ഒരു തണ്ണിയും തിളപ്പിച്ചു കൊടുക്കാൻ ആളില്ല. ദർസിന് വന്നാൽ അക്കാര്യം ഞാൻ ഏറ്റെടുക്കും. ഞാൻ പോകുന്ന ഉമ്മാക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുത്തിരുന്നു, ഉമ്മാൻ്റെ വസ്ത്രം അലക്കി കൊടുത്തിരുന്നു ഞാൻ തന്നെയാണ്. അങ്ങനത്തെ ഒരു കാലം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെയൊക്കെ വർക്കത്താണ്. നിങ്ങളുടെ മുന്നിലിരിക്കാൻ അല്ലാഹു എനിക്ക് തൗഫീഖ്. ഒക്കെ എൻ്റെ ഉമ്മാൻ്റെ വർക്കത്താണ്. എൻ്റെ ഉമ്മ ബിസ്മി ചൊല്ലാത്തൊരു സെക്കൻഡ് ഉണർച്ച ഞാൻ കണ്ടിട്ടില്ല. അതിരിക്കുന്ന സലീം സത്യമല്ലേ? അനുഭവമാണ്. അനുഭവ സാക്ഷികൾ ഇവിടെ ഉണ്ട്.
എൻ്റെ ഉമ്മാൻ്റെ ഖബറ് വെട്ടി പൂർത്തിയാക്കി മയ്യത്ത് കൊണ്ടുപോയി മൂത്തയടുത്ത പള്ളിയിൽ വെച്ചപ്പോൾ ഒരു ഭാഗത്തൂടെ മയ്യത്ത് കയറ്റിയപ്പോൾ ഞാൻ പാഞ്ഞു ഖബറിലേക്ക്. ഖബറിൽ പോയി ഞാൻ ഇറങ്ങിക്കടന്നു. എൻ്റെ ഉമ്മാൻ്റെ, എൻ്റെ റബ്ബേ നീ എന്നെ പഠിപ്പിച്ച്, എൻ്റെ ഉമ്മ കാരണമായി എന്നെ പഠിപ്പിച്ച് നിൻ്റെ കലാമിൻ്റെ കൊണ്ട് എൻ്റെ ഉമ്മാനെ രക്ഷപ്പെടുത്തണേ. അതാര് പഠിപ്പിച്ചതാ? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ തെളിവില്ല തെളിവില്ല തെളിവില്ല, എന്തിനൊക്കെ നിങ്ങൾക്ക് തെളിവുണ്ട്? അങ്ങനെ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. ഏതായാലും റാസിമാൻ പറയാണ് എന്ത് കഫനിൽ വെക്കാൻ പറഞ്ഞു. എന്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു അള്ളാഹിനോട് ഞാൻ പറയും, റബ്ബേ നിന്റെ ഖബറിലേക്ക് അതിലേക്കും ഞാൻ നിന്റെ കലാമായ ബിസ്മിയാണ് മുന്തിച്ചത്, അതുകൊണ്ട് എന്നെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തണം. മുആവിയ റളിയല്ലാഹു അൻഹു അടുത്ത് ഹബീബ റസൂലുള്ളാഹിന്റെ നഖമുണ്ടായിരുന്നു. പ്രഗൽഭ സ്വഹാബിയായ മഹാനായ സയ്യിദുനാ മുആവിയ റളിയല്ലാഹുവിന്റെ അടുത്ത് ഹബീബ നബിയുടെ നഖമുണ്ടായിരുന്നു. വഫാത്തായപ്പോൾ വസിയത്ത് ചെയ്തു. വഫാത്താകാനായപ്പോൾ വസിയത്ത് ചെയ്തു, ഞാൻ മരിക്കാനായി, അടുത്ത് മരിക്കും. കഫൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ 2 കൺതടത്തിലും എൻ്റെ ചുണ്ടിനിടയിലും അങ്ങനെ എവിടെയെല്ലാം എൻ്റെ ദ്വാരങ്ങളും ഉണ്ടോ അവിടെയെല്ലാം എന്ത് വെക്കണം? ഇതാ റസൂലുള്ള നഖം മുറിച്ചപ്പോൾ ഒരിക്കൽ ഞാൻ ശേഖരിച്ചതാണ്, ഞാൻ നിധി പോലെ പാത്തു വെച്ചതാണ്. ഒരു നഖം ഇവിടെ വെക്കണം, ഒരു നഖം ഇവിടെ വെക്കണം, ഒരു നഖം ഇവിടെ, ഒന്നുപടെ. എന്തുകൊണ്ട്? എന്റെ റസൂലാണ്, ശരീരത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെട്ടെങ്കിലും. ആരത് പറഞ്ഞ്? സയ്യിദുനാ മുആവിയ എന്ന് പറയണ്ടോ? എന്താ വിചാരിച്ചുണ്ട്? തമ്മാടികളായ ഷിയാക്കൾ മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്നു. ദുനിയാവാഹറ നശിക്കും മുആവിയ തങ്ങൾ ആക്ഷേപിച്ച കാര്യം വിചാരിച്ച്. അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കും. സയ്യിദുനാ മുആവിയ മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് നഖം മുറിക്കുമ്പോൾ എന്താ നഖം മുറിക്കുമ്പോൾ ചെയ്യേണ്ടത്? കൊണ്ട് മറവിയല്ലേ? എനിക്ക് കിട്ടിയ നഖം, ഒരിക്കൽ നഖം മുറിച്ചപ്പോൾ എനിക്ക് കിട്ടി, ഞാനത് നിധി പോലെ പാത്തു വെച്ചതാണ്. അമവിയ ഖിലാഫത്തിന്റെ ആദ്യത്തെ ആളാണ് ആര്? സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല അവരെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഹബീബായ മുത്തറസൂലുള്ളാഹിനെ നഖം സൂക്ഷിച്ച് ഇത് സ്വഹാബത്ത് ചെയ്തിലിടൂ. എന്താണ് ഇതൊക്കെ വിചാരിച്ച് നടക്കണത്? എന്നിട്ട് പറയാ തെളിവില്ല. എന്ത് തെളിവാ നിനക്കുണ്ട്? മനസ്സിലായില്ലേ? എന്താ പിന്നെ അർത്ഥം? സുബ്ഹാനല്ലാഹ്. ആരാ ചെയ്ത്? സയ്യിദുനാ മുആവിയ. എൻ്റെ സ്വഹാബികളെല്ലാം നക്ഷത്രങ്ങൾ പോലെയാണ്. അതിൽ ആര് പിന്തുടർന്നാലും നീ ഹിദായത്തുള്ളവനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പഠിച്ചോളി. കണ്ടോരൊക്കെ പിന്നാലെ കൂടണ്ടട്ടാ, കണ്ടോലെ പിന്നാലെ കൂടണ്ട. നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ സുന്നിയാക്കന്നെ തെളിവില്ലാത്ത കലപ്പോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ചെയ്തു. എന്താ കാരണം? അല്ലാഹുവിനടുക്കൽ അല്ലാഹുവിനെ രക്ഷപ്പെടുത്തും. ചെറിയ ബിസ്മിയുടെ ചില മഹത്വങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ദുർറത്തുൽ ഖരീദയാണിത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫത്ഹ ഇബ്നു അബ്ദുൽ ഹമീദ് സൂസി റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റ 13-ാം നൂറ്റാണ്ടിലെ മഹാനാണവര്. വലിയ മഹാനാണ്, വലിയ ഒരു ആരിഫാണ്, വലിയ ആരിഫീങ്ങളിലെ നേതാവായ വലിയ ആരിഫാണ് അവര്. അവരുടെ ദുർറത്തുൽ ഖരീദ എന്ന കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ വന്നിട്ടുണ്ട്. മിനൽ ഫവായിദി, ഫായിദകളിൽ, മാലാ യുഹ്സാ, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്ര. ബിസ്മിയുടെ മാറ്റങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല പറയാ മഹാനവരുകൾ പറയാണ്. മിനൽ അസ്റാരി, ബിസ്മിയിലടങ്ങിയ രഹസ്യങ്ങൾ, മാലാ യുസ്തഖ്സ, അതിനൊരു അറ്റല്ല, എണ്ണാനും പറ്റൂല, അറ്റമില്ല. മിൻഹാ, കേട്ടോളി എഴുതി വെക്കണവർക്ക് എഴുതി വെക്കട്ടോ, ശ്രദ്ധിക്കണേ. അത് ഭൂമിയിലുള്ളവർക്ക് ഒരു രക്ഷയാണ്. ബിസ്മിദായുമായി ചെല്ലുന്നവർ ഭൂമിയിൽ ഉണ്ടായിരിക്കുമ്പോൾ അത് ഭൂമിക്ക് തന്നെയും രക്ഷയാണ്. ദായുമായി ബിസ്മില്ല, എപ്പോഴും ബിസ്മിയിൽ മേൽ ജീവിക്കുന്ന ആളുകൾ എൻ്റെ ഉമ്മാനെ പോലത്തെ ആളുകൾ. എൻ്റെ ഉമ്മാൻ്റെ വലുപ്പത്തരം പറയല്ല, എൻ്റെ ഉമ്മ ഒരു ഉദാഹരണമാണ്. നമ്മളവിടേക്ക് എത്തൂല. അവരോട് പറയും സ്വിച്ചിട്ട മാതിരിയാണ്. ജാവും പകൽ ബിസ്മിയാണ്.
രാവും പകൽ ബിസ്മി. അതിൻ്റെ വലിപ്പത്തിന് മൂത്തർത്ത ഖബർസ്ഥാൻ ചെന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വലിപ്പത്തരം തന്നെ കാണാൻ കഴിയും. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും വലിപ്പത്തരം അത് പറയാത്തറില്ല. എൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും വലിപ്പത്തരം ഞാൻ മനസ്സിലാക്കണത് അവർ മരിച്ചിട്ടാണ്. അങ്ങനത്തെ ആളുകളുണ്ടാകുമ്പോൾ അതൊരു രക്ഷയാണ്. ഞാൻ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞിട്ട് എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ രക്ഷ കഴിഞ്ഞു. ഉമ്മ നേരം കൊടുത്ത മാലമാറിയും കൂടി വിളിക്കാം, എന്തിനും ഇമ്മനോട് പറഞ്ഞാൽ മതി, എന്തിനും പറഞ്ഞാൽ മതി, ആ പ്രശ്നം പരിഹരിക്കും. അത് ചേരാണ്ട ചോദിക്കും, ഞാൻ പറഞ്ഞോളാം. അവർക്ക് മനസ്സിലാണില്ലേ, അവർക്ക് അവരെ ഉസ്താദുമാരിൽ നിന്നും ബാപ്പാരിൽ നിന്നൊക്കെ കിട്ടിയ ഈ ഔറാദിൽ ഒരു ഉറപ്പുണ്ട്. നമ്മൾ ചെയ്യുന്ന അമലിൽ ഉറപ്പില്ല. അതിന് ചൂട്ടി പോയിക്കോ, ഞാൻ പറഞ്ഞോളാം, ഞാൻ തുറന്നോളാം, അതൊക്കെ കീർത്തിയിരിക്കും. അത്തരം ആളുകൾ ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമിയുടെ അയലുകാർക്ക് അതൊരു രക്ഷയാണ്. ഒന്ന്, ലാ യുറദ്ദു ദുആഉൻ അവ്വലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നലെ നമ്മൾ പറഞ്ഞു ലാ യുറദ്ദു ദുആഉൻ. ഇവിടെ പറയാണ് എന്ത്? അറ്റല്ലാത്ത ഫായിദകളാണ് ബിസ്മിക്ക്. അറ്റല്ല, എണ്ണാനും കഴിയൂല, അത്രയാണ് അതിന്റെ രഹസ്യം. ഒന്ന് പറഞ്ഞു എന്ത്? അത് ദായിമാക്കുന്ന ആളുകൾ ഭൂമിയിലുണ്ടെങ്കിൽ ആ ഭൂമിയിലെ ആളുകൾക്ക് അതൊരു രക്ഷയാണ്. 2, ലാ യുറദ്ദു ദുആഉൻ അവ്വലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ദുആന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണെങ്കിൽ ആ ദുആ തള്ളപ്പെടുകയില്ല എന്ന്. വഅന്നൽ അബ്ദ, മൂന്നാമത്തെ വഅന്നൽ അബ്ദ, ഒരു അടിമ ഇദാ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹറബ മിൻഹു ശൈത്താൻ. ബിസ്മില്ലാഹ് ചൊല്ലിയാൽ ശൈത്താനാണ് പോയി. ഹത്താ തസാഗറ, പിന്നെ ചെറുതാവും. ഹത്താ യസീറ മിസ്ല ദുബാബി, അവൻ ഈച്ചൻ്റെ അത്ര ചെറുതാവും. ആര്? ശൈത്താൻ വലിയതാൻ കഴിയൂല. നമ്മൾ കിബിർ കാട്ടിയ പിശാചി വലുതാവും. നമ്മൾ ബിസ്മി അല്ലാൽ ശൈത്താൻ. ഹത്താ യസീറ മിസ്ല ദുബാബി, ഒരു വ്യക്തി ബിസ്മി അല്ലാൽ, അത് വേറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ ബിസ്മി ചൊല്ലിയാൽ ശൈത്താൻ അങ്ങോട്ട് ചെറുതാവും. ഹത്താ യസീറ മിസ്ല ദുബാബി, ഒരു ഈച്ചയുടെ അത്രയാവും, പക്ഷെ അങ്ങോട്ട് ചെറുതാവും എന്ന്. وأن من جاء يوم القيامة وفي صحيفته بسم الله الرحمن الرحيم. ഒരാൾ മരിച്ചു, അയാളുടെ റിക്കാർഡിൽ ഉണ്ടെന്നിരിക്കട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടെങ്കിൽ കാന മുഅ്മിനൻ മൂഖിനൻ ബിറുബൂബിയതിഹി അഅതഖ്തുഹു മിനൻ നാർ. മുഅ്മിനാണ്, ഞാൻ റബ്ബാന്ന് ഉറപ്പുള്ളവനാണെങ്കിൽ അവനെ ഞാൻ നരകത്തിന് മോചിപ്പിക്കും. ഓൻ്റെ റിക്കാർഡിൽ എന്തുണ്ടായാൽ മതി പറയേ. ഓൻ്റെ റിക്കാർഡിൽ ദായമായി എന്തുണ്ട്? ബിസ്മി എവിടെയും കാണുന്നുണ്ട്. റിക്കാർഡ് തുറന്ന് നോക്കുമ്പോൾ എവിടെയും എന്ത് കാണുന്നുണ്ട്? തരട്ടെ. എന്താ അത് റിക്കാർഡൊന്ന് നിറച്ചൂടെ? പഠിച്ചോ നമുക്ക് തൗഫീഖ് തരട്ടെ, പഠിച്ചോ തൗഫീഖ് തരട്ടെ. ഈ ക്ലാസ്സുകൾ മൊത്തം അമലിന് വേണ്ടിയാണ് കേട്ടോ. നമ്മളിത് ചെയ്യണം. എന്നും റിക്കാർഡ്, ഏതൊരു ദിവസത്തെ റിക്കാർഡ്. ഒരു റിക്കാർഡിൽ ഒരു ദിവസത്തെ റിക്കാർഡിൽ അങ്ങനെ ആയിരിക്കാം എൻ്റെ ഉദ്ദേശ്യം. ഒരു ദിവസത്തെ റിക്കാർഡ് എടുത്ത് നോക്കുമ്പോൾ 800 ബിസ്മി ഉണ്ടെങ്കിൽ, അങ്ങനെ റിക്കാർഡുണ്ട്, നരകമോചനം ഉറപ്പാണ്. 800 ബിസ്മി. അതിലിപ്പോൾ 17 റക്അത്തിൽ എന്നെ 17 ഉണ്ട്, സുന്നത്തിൽ വേറെയുണ്ട്, ചെല്ലുന്ന ഔറാദുകളിലൊക്കെ ബിസ്മിയുണ്ട്. അവർ 100 ബിസ്മിയുടെ മേലെ എവിടെ തന്നെ കിട്ടും? നിസ്കാരം മറ്റു കാര്യങ്ങളായിട്ട് കിട്ടും. റവാത്തിബിലുണ്ട്, പിന്നെ ബാക്കിയാണ് ഒപ്പിച്ചാൽ മതി. 800 ബിസ്മി അതും പറ്റും. ഒരു 786 ബിസ്മി ദിവസം ചെല്ലിക്കളാം, അതിൽ വലിയ ഫലമുണ്ട്. 786 ബിസ്മി വെള്ളം മുന്നിൽ വെക്കുക, ഒരു ഗ്ലാസ് വെള്ളം മുന്നിൽ വെക്കുക. ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ചെയ്യോ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ഒരു പാത്രം വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം മുന്നിൽ വെക്കുക. ഇനിയിപ്പോൾ ഒരക്കാർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു പാത്രം വെള്ളം മുന്നിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായില്ലേ? എത്ര വട്ടം? 786 വട്ടം. 'ബിസ്മില്ലാഹി' ഇതിലൂട്ടുക. ഇടക്കിടക്ക് ഊതിയാൽ മതി, ഓരോന്നിനും ഊതണ്ട.
ആ വെള്ളം കുടിക്കുക, ദുആ ചെയ്യുകയും ചെയ്യുക. ഈ ബിസ്മിന്നെ എനിക്ക് ദുനിയാവിലെ അദാബും ആഖിറത്തിലെ അദാബും ഒഴിവാക്കി തരാനാണ് നിയത്ത് ചെയ്യുക. ആ വെള്ളം കുടിക്കുകയും ചെയ്യുക. ഷുഗറിന് വരെ ഷിഫ ഉണ്ടാവും, ഷുഗറിന് വരെ ഷിഫ ഉണ്ടാവും. സിഹർ ബാത്തിലാവും. 41 ദിവസം മഴവെള്ളത്തിൽ ഈ അമൽ ചെയ്താൽ സിഹർ ബാത്തിലാവും. എത്ര കഠിനക്കടോര സിഹർ ബാത്തിലാവും. മഴവെള്ളത്തിൽ ചെയ്യണം. ആ മഴവെള്ളം നേരിട്ട് വരുന്ന മഴവെള്ളമായിരിക്കണം. ഞാൻ ഹുക്കമായിൽ നിന്ന് പഠിച്ചൊരു വിവരം പറയണം. മനസ്സിലായില്ല? മഴവെള്ളം മുറ്റത്ത് ഒരു കസേര വെക്കുക, കസേര ഒരു പാത്രം വെക്കുക, അല്ലെങ്കിൽ മേശ വെക്കുക, മേശയിൽ പാത്രം വെക്കുക, അതിൽ ടെറസിൻ്റെ മേലെ പാത്രം വെക്കുക. ഏറ്റവും ശക്തിയുള്ള വെള്ളം സംസം വെള്ളമാണ്. രണ്ടാമത്തെ വെള്ളം മഴവെള്ളമാണ്. റഹ്മത്തുൻ മാമസത്തുൽ അയാദി, ദോഷിയായ മനുഷ്യൻ്റെ കൈ സ്പർശിക്കാത്ത പുതിയ സാധനം എന്നാ റസൂൽ പറഞ്ഞു. ഒരാൾ തൊട്ടിട്ടില്ലല്ലോ, അത് അങ്ങനെ തന്നെ എടുക്കുക, അങ്ങനെ തന്നെ എടുക്കുക. അതിൽ കമ്പും കുറുമ്പും ഒക്കെ ഉണ്ടാവും ചെയ്യും. അത് പലതും ഉണ്ടാവും അതിൽ, അന്ന് ചോദിക്കണ്ട. അതൊക്കെ അങ്ങനെ നീക്കി നീക്കി കുടിച്ചോളാം. വേറൊരു പാത്രത്തിൽ കാക്കണ്ട, അതിൽ തന്നെ കുടിക്കുക. മനസ്സിലായില്ലേ? അടുത്ത് വെക്കുക. നായോ പട്ടിയോ പൂച്ചയോ ഒന്നും തൊടാത്തൊരു സ്ഥലത്ത് വെക്കുക. 41 ദിവസം ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 786 തവണ ദിവസേന ഈ മഴവെള്ളത്തിൽ ചൊല്ലി ഊതിയാകുകയും അത് ഉടിക്കുകയും ചെയ്താൽ സിഹർ പോലും ബാത്തിലാവും. ഇതെല്ലാം മശായിഖന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, എന്റെ വക പറയുകയല്ല. സിഹർ ബാത്തിലാവും. നോക്ക്, ബാത്തിലാവും. മഴവെള്ളം പണിയാണ്. ഇതേതോ ആൾക്ക് കൊണ്ടുപോയിട്ട് 10,000-15,000 കൊടുക്കുക. ഒരു പറഞ്ഞ പൈസ കൊടുക്കും, നമ്മൾ കണക്കിടൂല. എനിക്ക് സിഹറാണ്, ഞാൻ 50,000 ഉറുപ്പ്യ കൊണ്ടുവരും. വേഗം 50,000 ഉറുപ്പ്യ നമ്മളെത്തുണ്ടല്ലോ, കൊണ്ടു കൊടുത്തു. സിഹർ അവിടെ തന്നെ നടക്കും. മൂപ്പര കാര്യം നടക്കും, നമ്മളെ കാര്യം നടക്കൂല. 50,000 ഉറുപ്പ്യ കൊണ്ട് 70,000, 60,000, 70,000 ഒക്കെ വാങ്ങും. 2 ലക്ഷം വാങ്ങും, 1.5 ലക്ഷം വാങ്ങുന്ന ആൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. സിഹർ ഇനി അധികരിക്കും. സ്വയം സിഹർ ഉണ്ടാവും.